ഇന്ത്യയിലെ രജപുത്ര വംശത്തിന്റെ ഭാഗമായിരുന്ന ബവാരിയ സമൂഹത്തിന് ആകർഷകമായ ഒരു ചരിത്രവും അതിലും രസകരമായ ഒരു വർത്തമാനവുമുണ്ട്. 1881 സെൻസസ് പ്രകാരം ബവാരിയ സമൂഹത്തെ വന്യമൃഗങ്ങളെ കെണിയിൽ വീഴ്ത്താൻ ഉപയോഗിച്ചിരുന്ന കുരുക്ക് അല്ലെങ്കിൽ ബാവർ എന്ന വാക്കിൽ നിന്നാണ് അവരുടെ പേര് ഉണ്ടായത് എന്ന് ചരിത്രരേഖകളിൽ പറയപ്പെടുന്നു. പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, പശ്ചിമ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങൾ എന്നീ ജില്ലകളിലായി ബവാരിയ സമൂഹം വ്യാപിച്ചു കിടക്കുന്നു. നാടോടി ജീവിതവും വേട്ടയാടൽ ആചാരങ്ങളുമായിരുന്നു അവരുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന്റെ രണ്ട് പ്രധാന വശങ്ങൾ. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള വേട്ടയാടൽ പാരമ്പര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് അവർ രാജസ്ഥാനിലെ ജില്ലകളിൽ ചുറ്റി സഞ്ചരിച്ചു. തുടക്കത്തിൽ രജപുത്ര വംശത്തിന്റെ ഭാഗമായിരുന്ന ബ്രിട്ടീഷ് രാജ് ബവാരിയകളെ ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ രാജകുടുംബത്തിന് മുന്നിൽ തങ്ങളുടെ വേട്ട അവതരിപ്പിക്കുന്ന വേട്ടക്കാരായി മാത്രം കണ്ടു. 1972 വന്യജീവി സംരക്ഷണ നിയമം പാസാക്കിയതോടെ ഉപജീവന മാർഗത്തിന്റെയും അതിജീവനത്തിന്റെയും ഈ ഉറവിടം നിയമവിരുദ്ധമാക്കുന്നതുവരെ സ്വതന്ത്ര ഇന്ത്യയിലും അവരുടെ പ്രധാന വേട്ടയാടൽ പ്രവർത്തനം തുടർന്നു. ഇത് ബവാരിയകളുടെ അവകാശം പോലെ കൊണ്ടു നടന്ന ദൈനംദിന വേട്ടയാടൽ എന്ന തൊഴിൽ നിയമപ്രകാരം ശിക്ഷാർഹമാക്കി. 1972 വളരെ മുമ്പ് തന്നെ ബവാരിയകൾ കുറ്റവാളികളായിരുന്നു. ഏകദേശം 60 ദശലക്ഷം ഡിനോട്ടിഫൈഡ് നാടോടി ഗോത്രങ്ങൾ ഉൾപ്പെട്ട ഈ സമൂഹങ്ങൾ പോലീസിന്റെയും മാധ്യമങ്ങളുടെയും സ്റ്റീരിയോ ടൈപ്പിംഗ് കാരണം അവർക്ക് വന്നിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വിചാരിക്കുന്നതിനും അപ്പുറമായിരുന്നു. ആരാണ് ബവാരിയകൾ, അല്ലെങ്കിൽ ഇന്നവർ എവിടെയാണ്? ഇവരെക്കുറിച്ചുള്ള കൂടുതൽ കഥകൾ എല്ലാവരിലേക്കും അറിഞ്ഞു തുടങ്ങിയത് തന്നെ എന്നു മുതലാണ്? അതറിയണമെങ്കിൽ കുറച്ച് വർഷങ്ങൾ നമ്മൾ പിറകിലേക്ക് സഞ്ചരിക്കണം. ഇന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ വിവിധ ദേശീയ പാതകളിൽ ഏകദേശം 1995 2005 ഇടയിൽ ജനവാസ മേഖലകളിൽ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എല്ലായിടത്തും ഒരേ സ്റ്റൈലിലുള്ള കൊള്ളകൾ. പോലീസിന് ഒരു തരത്തിലും സൂചനകളൊന്നും ലഭിക്കാത്തത് അവർ കുറ്റകൃത്യം നടത്തിയ ഉടനെ തന്നെ 100 കണക്കിന് കിലോമീറ്റർ അകലെയുള്ള മറ്റെങ്ങോ മാറിപ്പോകുന്ന നാടോടി ജീവിത ശൈലിയായിരുന്നു. ബവാരിയ സമുദായത്തിൽ നിന്നുള്ള ഒരു കൂട്ടം ട്രക്ക് ഡ്രൈവർമാരാണ് ഈ സംഘടിത കൊള്ള നടത്തിയിരുന്നത്. 24 കവർച്ചകളിലായി ഏകദേശം 20 മില്യൺ രൂപ, അതായത് $2,40,000 കൊള്ളയടിക്കുകയും 13 പേരെ കൊല്ലുകയും 63 പേർക്ക് മാരകമായ പരിക്കേൽപ്പിക്കുകയും ചെയ്തു. കഥയുടെ തുടക്കത്തിൽ പറഞ്ഞ അതേ ബവാരിയകൾ തന്നെയാണോ ഇതിന് പിന്നിൽ, അതോ മറ്റേതെങ്കിലും സംഘമാണോ ഇത്? തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി, ഒരു സാധാരണ വീട്. രാത്രി 2 മണിയോടെ വീട്ടിലെ നായ പെട്ടെന്ന് മിണ്ടാതായി. അത് വളരെ വിചിത്രമായിരുന്നു. കാരണം ആ നായ ഒരിക്കലും അന്യരെ കണ്ടാൽ മിണ്ടാതെ ഇരുന്നിട്ടില്ല. വീട്ടുടമകൾക്ക് പട്ടി എന്തുകൊണ്ട് മിണ്ടാതായി എന്ന് എത്ര ആലോചിച്ചിട്ട് ഒരു പിടികിട്ടിയില്ല. പിന്നീട് അവർ കണ്ടെത്തിയത് പുറം വാതിലിലെ താക്കോൽ തുറന്നു കിടക്കുന്നു. അത് ഒടിഞ്ഞതല്ല, തുറന്നു തന്നെയാണ് അകത്ത് കയറിയത്. ഇത് തന്നെയാണ് ബവാരിയയുടെ സിഗ്നേച്ചർ. ബവാരിയ ഗ്യാങ്ങിന്റെ രീതികൾ തന്നെ അസാധാരണമായിരുന്നു. ദിവസങ്ങളോളം അവർ വീടിന്റെ ശീലങ്ങൾ പഠിക്കും. ആരാണ് രാത്രി കയറി വരുന്നത്? എത്ര മണിക്ക് ലൈറ്റ് അണയുന്നു? വീട്ടുവാതിലുകൾ ഏത് ഭാഗത്ത് ബലഹീനമാണ്? വീടിന്റെ വാതിലും ജനലും തകർക്കാൻ ഇവർ ഉപയോഗിക്കുന്നത് ഇരുമ്പ് കൊണ്ടുള്ള യു ഷേപ്ഡ് ഉപകരണങ്ങളാണ്. ഒട്ടും ശബ്ദമില്ലാതെ വാതിൽ തുറക്കാൻ കഴിയുന്ന മറ്റു ചില പ്രത്യേക ഉപകരണങ്ങളും ഇവരുടെ കൈവശമുണ്ട്. സംഘമായി സഞ്ചരിക്കുന്നവരാണെങ്കിലും നിശബ്ദമായി ചലിക്കും. വാക്കുകൾക്ക് പകരം വിസിൽ കോഡ്സ് മാത്രം ഉപയോഗിക്കും. മിനിറ്റുകൾക്കുള്ളിൽ പണം, സ്വർണം എന്നിവ കവരും. മോഷണത്തിന് തടസ്സം നിന്നാൽ പിന്നെ കൊലപാതകം വരെ ചെയ്യാൻ മടിയില്ലാത്ത ഇവർ മോഷണം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഹൈവേയിൽ പാർക്ക് ചെയ്തിട്ടുള്ള ലോറിയിൽ കയറി 100 മുതൽ 200 കിലോമീറ്റർ മാറി മറ്റൊരു ദൂരസ്ഥലത്തേക്ക് രക്ഷപ്പെടും. അവർ വന്നെന്നറിയാനുള്ള ആദ്യ തെളിവ് അവർ അതിർത്തി കടന്നാലേ കണ്ടെത്താനാകും. ഇന്ത്യയിൽ ബവാരിയകൾ നടത്തിയ ക്രൂര കൊലപാതകങ്ങളുടെയും കവർച്ചകളുടെയും കഥ ആർക്കും അനുകരിക്കാൻ പറ്റാത്ത ഒന്നാണ്. ഇവരെ പിടികൂടാനായി തമിഴ്നാട് പോലീസ് നടത്തിയ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സ്റ്റോറിയാണ് 3 ഷെയ്ഡ്സ് സ്റ്റോറീസ് അവതരിപ്പിക്കുന്ന രാജസ്ഥാനിലെ നിയമവിരുദ്ധ വേട്ടക്കാർ എന്നറിയപ്പെടുന്ന ബവാരിയ കവർച്ച സംഘത്തിന്റെ കഥ. വെൽക്കം ബാക്ക് 3 ഷെയ്ഡ്സ് സ്റ്റോറീസ്.
1995 ജൂൺ 7 റാണിപേട്ട് ജില്ലയിലെ വാലജാപേട്ടിൽ ഒരു സംഘം വീട് ആക്രമിച്ച് 50,000 രൂപയിലധികം കൊള്ളയടിക്കുകയും ഒരാളെ കൊല്ലുകയും 3 പേർക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. അടുത്ത വർഷം ഇതേ പട്ടണത്തിൽ സമാനമായ ഒരു കവർച്ച നടന്നു. 4-5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കൃത്യം 2001 കോയമ്പത്തൂർ ജില്ലയിലെ അവിനാശിയിൽ ഈ സംഘം ഒരു കവർച്ച നടത്തി. അതേ വർഷം ധർമ്മപുരി, സേലം ജില്ലകളിൽ നിന്ന് സമാനമായ 3 സംഭവങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 2003 ഷോളവാരം, വാലജാപേട്ട്, നടമ്പള്ളി എന്നിവിടങ്ങളിലെ 4 സ്ഥലങ്ങളിൽ അവർ ആക്രമണം നടത്തി. ഇതിൽ 3 സ്ഥലങ്ങളിൽ അവർ കൊലപാതകവും നടത്തി. 2004 അവർ തിരുവേർക്കാട്, വെള്ളവേട്, ശ്രീ പെരുമ്പത്തൂർ, തിരുവല്ലം എന്നിവ ലക്ഷ്യമിട്ടു. 2005 ജനുവരിയിൽ തിരുവള്ളൂർ ജില്ലയിലെ MLA സുദർശനത്തിന്റെ വീട് ഒരു സംഘം ആക്രമിച്ചു. അക്രമികൾ കവർച്ചയ്ക്കിടയിൽ MLAയെ വെടിവെച്ച് കൊല്ലുകയും പണവും ആഭരണങ്ങളും കവർന്നെടുക്കുകയും ചെയ്തു. സഹായത്തിനായുള്ള ഇവരുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ മറ്റുള്ളവരെ ഈ സംഘം വെടിവെച്ചു. എന്നിട്ട് ഏകദേശം 1 കിലോമീറ്റർ അകലെയുള്ള ഹൈവേയിൽ നിർത്തിയിട്ടിരുന്ന ട്രക്കുകളിൽ ഈ സംഘം രക്ഷപ്പെട്ടു. 1995 ആദ്യ സംഭവത്തിന് ശേഷം സംഘം 24 കവർച്ചകളിലായി 20 മില്യണിലധികം വിലമതിക്കുന്ന പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും അവർ മോഷ്ടിച്ചു. ഈ സംഭവങ്ങളിൽ 13 പേർ മരിക്കുകയും 63 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ ആക്രമണങ്ങൾക്കും കവർച്ചയ്ക്കും പിന്നിൽ മറ്റാരുമായിരുന്നില്ല, ഉത്തരേന്ത്യയിൽ നിന്നുള്ള നാടോടികളായ ബവാരിയ സമുദായത്തിൽപ്പെട്ട ട്രക്ക് ഡ്രൈവർമാരുടെ ഒരു സംഘമായിരുന്നു കുറ്റവാളികൾ. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന നിരവധി കവർച്ചകളിലും വെടിവയ്പ്പുകളിലും ബവാരിയകൾ ഉൾപ്പെട്ടിരുന്നു. തമിഴ്നാട്ടിൽ കവർച്ചകൾ നടത്തി സംഘത്തിന് നേതൃത്വം നൽകിയത് ഒമ എന്ന് വിളിക്കുന്ന ഓം പ്രകാശ് ബവാരിയയായിരുന്നു. ഒമയും സഹോദരൻ ജഗദീഷ് ബവാരിയയും ഇതിനകം തന്നെ വിവിധ കേസുകളിൽ പ്രതികളായിരുന്നു. തിരുവേർക്കാട് എന്ന സ്ഥലത്ത് വീട്ടുടമസ്ഥനായ ഗജേന്ദ്രനെ വെടിവെച്ച് കൊന്ന സംഘം അദ്ദേഹത്തിന്റെ കാവൽക്കാരനെ കൊലപ്പെടുത്തി മറ്റ് 2 തടവുകാരെ പരിക്കേൽപ്പിച്ചു. കൊലപാതകങ്ങളുടെ കവർച്ചകളുടെയും പരമ്പരയ്ക്ക് തൊട്ടു പിന്നാലെ അന്നത്തെ മുഖ്യമന്ത്രി ജയലളിത, ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് SR ജാംഗിദിന്റെ നേതൃത്വത്തിൽ 4 ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടുമാർ ഉൾപ്പെടുന്ന ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. സമാനമായ സംഭവങ്ങൾ അന്വേഷിക്കാൻ ഇന്ത്യയിലുടനീളമുള്ള വിവിധ സംസ്ഥാനങ്ങളിലേക്ക് സംഘങ്ങളെ അയക്കുകയും കുറ്റവാളികൾ ഉപയോഗിക്കുന്ന ഭാഷയും നാടൻ തോക്കുകളുടെയും ഇരുമ്പ് ദണ്ടുകളുടെയും ഉപയോഗവും അടിസ്ഥാനമാക്കി പോലീസ് ഒരു നിഗമനത്തിലെത്തി: ഇത് അവർ തന്നെ, ബവാരിയകൾ. അങ്ങനെ അവരുടെ ഈ ഓപ്പറേഷനിലെ പങ്കാളിത്തം പോലീസ് സംശയിച്ചു. അന്വേഷണത്തിന് ശേഷം എല്ലാ കേസുകളിലും കുറ്റകൃത്യങ്ങളുടെ രീതി ഒന്ന് തന്നെയാണെന്ന് സംഘം കണ്ടെത്തി. ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ പോലീസ് അറസ്റ്റ് ചെയ്ത സമയത്ത് പ്രതികളുടെ ഒന്നും വിരലടയാളം സൂക്ഷിച്ചിരുന്നില്ല എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ള പ്രധാന തടസ്സം. എന്നാൽ അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തന രീതി വിശകലനം ചെയ്യുകയും ഇന്ത്യയിലുടനീളമുള്ള വിവിധ ക്രിമിനൽ സംഘങ്ങളെക്കുറിച്ചുള്ള അറിയപ്പെടുന്ന വിവരങ്ങളുമായി താരതമ്യം ചെയ്തുകൊണ്ടേയിരുന്നു. ബവാരിയകൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരായതിനാൽ കുറ്റവാളികളെ തിരിച്ചറിയാൻ ഡെപ്യൂട്ടി സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ നിരവധി സംഘങ്ങളെ ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലേക്ക് അയച്ചു. സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത വിരലടയാളങ്ങളുടെ അടിസ്ഥാനത്തിൽ ലഭ്യമായ ക്രിമിനൽ രേഖകളുമായി അവയെ താരതമ്യം ചെയ്യാൻ സംഘം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പോലീസ് അറസ്റ്റ് ചെയ്ത സമയത്ത് പ്രതികളുടെ വിരലടയാളം സൂക്ഷിച്ചിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ മുന്നിലേക്ക് എന്തെന്നുള്ള ചോദ്യമുണ്ടെങ്കിലും അന്വേഷണം പോലീസ് പല വഴിക്ക് നടത്തിക്കൊണ്ടേയിരുന്നു. 1996 മുതൽ 2000 വരെ സമാനമായ കുറ്റകൃത്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാത്തതിനാൽ കുറ്റവാളികൾ ജയിലിൽ തന്നെ ആയിരിക്കുമെന്ന് ശ്രീ ജാംഗീദ് ഒരു നിഗമനത്തിലെത്തി. തുടർന്ന് സംഘം രജിസ്റ്ററുകൾ പരിശോധിക്കാൻ ജയിലുകളിൽ പോയി. 1996 ആഗ്രയിലെ സെൻട്രൽ ജയിലിൽ രേഖപ്പെടുത്തിയ ഒരു തള്ളവിരലിന്റെ അടയാളവുമായി കുറ്റകൃത്യങ്ങളിൽ നിന്നെടുത്ത 4 പ്രിന്റുകൾ ഒത്തുചേർന്നതായി പോലീസ് ഇൻസ്പെക്ടർ ധനഞ്ജയ് പ്രഖ്യാപിച്ചതോടെയാണ് ഒരു വഴിത്തിരിവ് ഉണ്ടായത്. രാജസ്ഥാനിലെ ഭരത്പൂർ ജില്ലയിലെ ചന്ദൻപുര ഗ്രാമത്തിലെ കുറ്റവാളിയായ അശോക് എന്ന ലക്ഷ്മണന്റേതായിരുന്നു ആ വിരലടയാളം. തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും നടന്ന 6 കവർച്ചകളിൽ പ്രതിയായി അദ്ദേഹത്തെ പ്രഖ്യാപിച്ചു. ഈ വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജസ്ഥാനിലെ ഭരത്പൂരിലേക്ക് പോലീസ് ഒരു സംഘത്തെ അയച്ചു. രാജസ്ഥാൻ പോലീസിന്റെ സഹായത്തോടെ പ്രത്യേക അന്വേഷണ സംഘം 2005 ഫെബ്രുവരിയിൽ അശോക് ബവാരിയെയും സംഘാടകനായ ധരം സിംഗ് ബവാരിയെയും അറസ്റ്റ് ചെയ്തു.
അറസ്റ്റിലായ അംഗങ്ങളുടെ കുറ്റസമ്മത മൊഴികളുടെ അടിസ്ഥാനത്തിൽ കവർച്ചക്കാരുടെ പ്രവർത്തന രീതി പോലീസ് കണ്ടെത്തി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കവർച്ചയ്ക്ക് ഉപയോഗിച്ച 4 ട്രക്കുകളും പോലീസ് പിടിച്ചെടുത്തു. അറസ്റ്റിലായവരിൽ നിന്ന് പിടിച്ചെടുത്ത സിം കാർഡുകളുടെ രേഖകളും കോൾ റെക്കോർഡ്സുകളും ഉപയോഗിച്ച് പോലീസ് മറ്റ് കുറ്റവാളികളെയും തിരിച്ചറിഞ്ഞു. ഗുഡു ബവാരിയയെ 2005 മാർച്ചിൽ പാലി വാളിന് സമീപം അറസ്റ്റ് ചെയ്തു. അദ്ദേഹം നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 2005 ഓഗസ്റ്റിൽ പൂനെയിൽ ജഗദീഷ് ഉൾപ്പെടെയുള്ള സംഘത്തിലെ മറ്റ് അംഗങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2005 സെപ്റ്റംബറിൽ ഉത്തർപ്രദേശ് പോലീസുമായി സഹകരിച്ച് നടത്തിയ റെയ്ഡിലാണ് ഇതിലെ പ്രധാനിയായ സംഘത്തലവൻ ഒമയെയും ഭാര്യയെയും അതിസാഹസികമായി പോലീസ് പിടികൂടിയത്. അടുത്ത കുറച്ച് വർഷങ്ങളിൽ പോലീസ് സംഘം ബവാരിയ ഗ്യാങ്ങിലെ ഏകദേശം 13 പേരെ അറസ്റ്റ് ചെയ്തു. അതേസമയം മറ്റ് പ്രതികൾക്കായുള്ള വേട്ട തുടർന്നുകൊണ്ടേയിരുന്നു. 2012 മാർച്ചിൽ മീററ്റിനടുത്ത് വെച്ച് ഗുണ്ടാ സംഘങ്ങളായ വിജയ്, ബസുര ബവാരിയ എന്നിവരെ പോലീസ് പിടികൂടിയപ്പോൾ പ്രതികൾ പോലീസിനെതിരെ വെടിയുതിർത്തു. പോലീസും തിരിച്ചു വെടിവെച്ചു. ഈ വെടിവയ്പിൽ ഇരുവരും കൊല്ലപ്പെട്ടു. 2021 വിവരങ്ങൾ അനുസരിച്ച് പ്രതികളിൽ 14 പേരെ ഇതുവരെ പിടികൂടിയിട്ടില്ല. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 395 മുതൽ 397 വരെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് പ്രതികൾക്കെതിരെ കുറ്റം ചുമത്തിയത്. 2006 പ്രത്യേക സെഷൻസ് കോടതി ഒമയ്ക്കും അശോക് ബവാരിയയ്ക്കും വധശിക്ഷയും മറ്റ് പ്രതികൾക്ക് ജയിൽ ശിക്ഷയും വിധിച്ചു. പിന്നീട് മദ്രാസ് ഹൈക്കോടതി വധശിക്ഷ ജീവപര്യന്തം തടവായി കുറച്ചു. ഒമ ബവാരിയ കസ്റ്റഡിയിൽ മരിച്ചപ്പോൾ അശോക് ബവാരിയ സുപ്രീം കോടതിയിൽ വിധിക്കെതിരെ അപ്പീൽ നൽകി. 2012 ഡിസംബറിൽ സംശയാതീതമായി കുറ്റം തെളിയാത്തതിനാൽ സുപ്രീം കോടതി കീഴ്ക്കോടതികളുടെ വിധി റദ്ദാക്കി. പ്രതി ഇതിനകം 8 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചതിനാൽ കോടതി അദ്ദേഹത്തെ മോചിപ്പിക്കാൻ ഉത്തരവിട്ടു. 2021 അപ്പീൽ പരിഗണനയിലിരിക്കുന്നതിനാലും 15 വർഷത്തിലധികം ജയിൽ ശിക്ഷ അനുഭവിച്ചതിനാലും ജഗദീഷ് മദ്രാസ് ഹൈക്കോടതിയിൽ മോചനത്തിനായി അപേക്ഷ നൽകി. തമിഴ്നാട് പോലീസിന്റെ കീഴിലുള്ള പ്രത്യേക അന്വേഷണ ടീമിന്റെ ധൈര്യവും ആത്മാർത്ഥതയുമാണ് ഈ കേസിന്റെ ചുരുളഴിച്ചത്. അല്ലെങ്കിൽ തെളിയിക്കപ്പെടാതെ കോടതി മുറിക്കുള്ളിൽ പൊടി പിടിച്ചു കിടക്കുന്ന ഒരു കേസ് ഫയലായി മാറിപ്പോയേനെ ഇതും. ബവാരിയ ഗ്യാങ്ങിന്റെ കഥ ഇന്ന് തെക്കേ ഇന്ത്യയുടെ ക്രൈം ഹിസ്റ്ററിയിൽ ഒരു വലിയ പാഠമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2017 പുറത്തിറങ്ങിയ എച്ച് വിനോദ് രചനയും സംവിധാനവും നിർവഹിച്ച് കാർത്തി പ്രധാന വേഷത്തിൽ അഭിനയിച്ച തമിഴ് ആക്ഷൻ ക്രൈം മൂവിയാണ് തീരൻ അധികാരം 1. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ബവാരിയ സംഘം നടത്തിയ ആക്രമണത്തിന്റെ യഥാർത്ഥ ചിത്രമാണ് ഇതിലൂടെ പറഞ്ഞു പോകുന്നത്. SR ജാങ്കിദിന്റെ വേഷമാണ് കാർത്തി ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചത്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആ സിനിമ കാണാത്തവരാണെങ്കിൽ അതും കാണാൻ മറക്കണ്ട. നമ്മൾ അറിയാതെ പോകുന്ന SR ജാങ്കിദിനെയും സംഘത്തെയും പോലെയുള്ള ചില ധീരന്മാരെ ഇതിലൂടെയെങ്കിലും നമ്മുടെ ന്യൂ ജനറേഷൻ പിള്ളേരെങ്കിലും അറിയട്ടെ. ഫോളോ വിത്ത് us.